എന്തെങ്കിലുമൊക്കെ ഒരു കറി പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ഒരു ദിവസം ഇതുപോലെ 4 മുട്ട എടുത്ത് പൊട്ടിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ട് അതൊരു പാനിലേക്ക് നന്നായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഉണ്ടാക്കുന്ന പോലെ ഒരു പാതി വേവായി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് മടക്കി മടക്കി ചുരുട്ടി നമ്മൾ ദോശയൊക്കെ ചുരുട്ടുന്ന പോലെ ചുരുട്ടിയതിന് ശേഷം ഇതുപോലെ പീസുകളാക്കി അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് നന്നായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ സാധാരണ നല്ല ജീരകം, 1/4 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ ഒരു വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും 3 സവാള നല്ല കനം കുറച്ച് അരിഞ്ഞിട്ട് നീളനെ അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നല്ലതായിട്ട് മുരിഞ്ഞ് വരുന്ന വരെ ഇതുപോലെ വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഒരു നല്ല എരിവുള്ള ഗുണ്ടുമുളക് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും കൂടി ചേർത്തിട്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ മാറുന്ന വരെ വഴറ്റിയതിന് ശേഷം 3 തക്കാളി, 3 സവാളയ്ക്ക് 3 തക്കാളി എന്നുള്ള കണക്കിലാണ് 3 തക്കാളി അരച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളിയുടെ ഒരു പച്ച കുത്തൊക്കെ ഒന്ന് മാറി വരേണ്ട അതുവരെ നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ഗ്രേവിക്ക് ആവശ്യത്തിന് തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം. ഒപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ടേസ്റ്റ് നോക്കിയിട്ട് ഒന്ന് രുചിച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക. കുറച്ച് മല്ലിയില ഒന്ന് പൊടി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ല തിള വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് പീസാക്കി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ പീസുകളെല്ലാം ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല തിള വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കിടിലൻ കറി പെട്ടെന്ന് തന്നെ തയ്യാറായിട്ടുണ്ട്.